കേരളത്തിലെ യുവതലമുറയെ വിദ്യാഭ്യാസത്തിലൂടെ ശക്തിപ്പെടുത്തുക എന്ന ദീർഘദർശിയായ ലക്ഷ്യത്തോടെ നാദാപുരം എം.എൽ.എ. ഇ.കെ. വിജയന്റെ നേതൃത്വത്തിൽ നാദാപുരത്ത് ഒരു വമ്പൻ വിദ്യാഭ്യാസ സംരംഭത്തിന് തുടക്കമായി. കോയമ്പത്തൂർ സുളൂരിൽ ആസ്ഥാനമായ RVS എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നാദാപുരം നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ മുഖ്യ ഉദ്ദേശ്യം. ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വഴിമുട്ടരുതെന്ന ഉറച്ച നിലപാടോടെയാണ് എം.എൽ.എ. ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നാദാപുരം മണ്ഡലത്തിലെ അർഹരായ വിദ്യാർത്ഥികൾക്കായി 30 ലക്ഷം രൂപയ്ക്കും അധികമുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള ദേശീയ അന്തർദേശീയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം തുടരുന്നതിന് ആവശ്യമായ സാമ്പത്തിക പിന്തുണയാണ് ഇതിലൂടെ ഉറപ്പാക്കുന്നത്. സ്കോളർഷിപ്പുകൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സൗജന്യ കരിയർ ഗൈഡൻസ്, കൗൺസിലിംഗ് സേവനങ്ങളും പദ്ധതിയുടെ ഭാഗമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. കോഴ്സ് തിരഞ്ഞെടുപ്പ് മുതൽ കരിയർ പ്ലാനിംഗ്, തൊഴിൽ സാധ്യതകൾ വരെ ഉൾപ്പെടുത്തി വിദഗ്ധരുടെ സമഗ്ര മാർഗനിർദ്ദേശമാണ് നൽകുന്നത്. ഈ വിദ്യാഭ്യാസ സംരംഭം നാദാപുരം മണ്ഡലത്തിലേക്ക് മാത്രം പരിമിതമല്ല. കണ്ണൂർ ജില്ലയിലും സമാനമായ വിദ്യാഭ്യാസ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ വിവിധ ജില്ലകളിലേക്കായി ഈ ദൗത്യം വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. സാമൂഹിക ഉത്തരവാദിത്തവും വിദ്യാഭ്യാസ പ്രതിബദ്ധതയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന RVS എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മുൻകാലങ്ങളിൽ കേരളത്തിൽ നിരവധി സ്കോളർഷിപ്പ് പദ്ധതികളും വിദേശത്തെ മുൻനിര സർവകലാശാലകളിൽ ചിലവ് കുറഞ്ഞ പഠനാവസരങ്ങളും സൗജന്യ പരിശീലന പരിപാടികളും നടപ്പാക്കിയിട്ടുണ്ട്. വയനാട് പ്രളയകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടുള്ള സഹകരണം, നടൻ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി ചേർന്നുള്ള സംരംഭങ്ങൾ, ഗോകുലം ഗോപാലനുമായി കൈകോർത്ത വിദ്യാഭ്യാസ പദ്ധതികൾ എന്നിവ ട്രസ്റ്റിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ തെളിവുകളാണ്. വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമെന്ന വിശ്വാസത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് എം.എൽ.എ. ഇ.കെ. വിജയൻ പറഞ്ഞു. ഇത്തരം വിദ്യാഭ്യാസ ഇടപെടലുകൾ കേരളത്തിന്റെ ഭാവിക്ക് പുതിയ പ്രതീക്ഷകൾ തുറക്കുന്നതായി വിലയിരുത്തപ്പെട്ടു.